إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങളെ പൂർണ്ണമായും പാലിച്ച് മുത്തഖീങ്ങളായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും നമ്മളോട് സമാധാനിപ്പിക്കുന്ന വാക്ക്, ആശ്വസിപ്പിക്കാനുള്ള ഒരു വാക്ക് പ്രതീക്ഷിച്ച് നമ്മുടെ അടുക്കലേക്ക് വരാറുണ്ട്. എങ്ങനെ ആശ്വസിപ്പിക്കും എന്നറിയാതെ നിൽക്കുന്ന പല സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. ഒരു ആശ്വാസവാക്ക്, സമാധാനിപ്പിക്കുന്ന ഒരു വാക്ക് ജീവിതത്തിൽ അത് കിട്ടേണ്ട സന്ദർഭത്തിൽ ഒരാൾക്ക് കിട്ടിയാൽ അയാളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ചില പ്രയാസങ്ങളിൽ നമുക്ക് കിട്ടിയ ആശ്വാസവാക്കുകളാണ് നമുക്കൊക്കെ ജീവിക്കാൻ പിന്നീട് പ്രേരണ നൽകിയിട്ടുള്ളത്. പലപ്പോഴും നമ്മളത് മറക്കാറില്ല. ചിലർ തന്ന ആശ്വാസവാക്കുകൾ നമുക്ക് വലിയ ധൈര്യമായിരുന്നു. മുന്നോട്ടുള്ള ജീവിതത്തിൽ പകച്ചു നിൽക്കുന്ന പല സന്ദർഭങ്ങളിലും പലർക്കും പിന്നീട് ജീവിക്കാൻ ധൈര്യം കിട്ടിയത് ആരൊക്കെയോ ചില ആളുകൾ നൽകിയ ചില ആശ്വാസവാക്കുകളായിരുന്നു. ഇന്ന് നമുക്കറിയാം, ആത്മധൈര്യം നഷ്ടപ്പെടുന്ന ഒരു സമൂഹമാണ് നമ്മളെ മുന്നിലുള്ളത്. സമൂഹത്തിലേക്ക് വലിയ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായി നിൽക്കുന്ന ചില ആളുകൾ വരെ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, ജീവിതത്തിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ ഒരു ഡോക്ടർ ആത്മഹത്യ ചെയ്തു. മറ്റൊരു പ്രദേശത്ത് ഒരു എഞ്ചിനീയർ ആത്മഹത്യ ചെയ്തു. എന്താണ് ഇത് പറഞ്ഞു തരുന്നത്? ഭൗതികമായ ജ്ഞാനം, അറിവ്, കുറേ അറിവും വിവരവും പഠിപ്പും ഉണ്ടായാൽ
മനുഷ്യൻ ആത്മധൈര്യം നേടാൻ സാധിക്കില്ല. അതുകൊണ്ട് മാത്രം പലപ്പോഴും നിസ്സാരമായ കാര്യങ്ങളെ വൈകാരികമായി കാണുന്നൊരവസ്ഥയുണ്ട്. ചെറിയ ചെറിയ വിഷയങ്ങൾ വരെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ചെറിയ ഒരു പ്രയാസമുണ്ടാകുമ്പോഴേക്ക് ആകെ വെപ്രാളപ്പെടുകയും ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്യുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ്. ഇതൊരു നിസ്സാര കാര്യമല്ല. ഇന്ന് നമ്മളെ നാട്ടിൽ എവിടെയെങ്കിലും ആണെങ്കിൽ, നമ്മളെ സംസ്ഥാനത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ ഇത് നമ്മളെ നാട്ടിലേക്കും, അത് അടുത്ത ഒരു വീട്ടിലാണെങ്കിൽ നാളെ നമ്മുടെ വീട്ടിലേക്കുമൊക്കെ വരാനുള്ള സംഗതിയാണ്. ഇന്ന് വേഗത കൂടിയ ലോകമാണ് മനുഷ്യൻ്റെ മുന്നിൽ. വലിയതൊന്നും കാണാൻ സമയമില്ല. ചെറിയ ചെറിയ റീലുകൾ കാണുന്ന ലോകമാണ്. പെട്ടെന്ന് പെട്ടെന്ന് പുതിയത് കാണാൻ മനുഷ്യൻ വെമ്പൽ കൊള്ളുകയാണ്. അങ്ങനത്തെ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ കരുതലോടെ ജാഗ്രതയോടെ ജീവിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്കും നമ്മളെ വീട്ടിലേക്കും നമ്മളെ കുടുംബത്തിലേക്കും കണ്ണുനീരുകളും ദുഃഖങ്ങളും സങ്കടങ്ങളും കടന്നു വരും എന്ന കാര്യം തിരിച്ചറിയാൻ നമ്മൾ വൈകിക്കൂടാ. നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മൾ കരയുമ്പോൾ, ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് കരഞ്ഞപ്പോൾ നമ്മളെ ഉമ്മ നമ്മളെ ശരീരത്തിൽ തട്ടിയിട്ട് ആശ്വസിപ്പിച്ച് നമ്മൾ കരച്ചിൽ നിർത്തി ആ ഉമ്മ ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു, പാട്ടുകൾ പാടി നമ്മളെ ഉറക്കി. ആ പ്രായത്തിൽ എന്ത് അസ്വസ്ഥതയായിരുന്നോ നമുക്ക് ഉണ്ടായിരുന്നത് നമുക്കറിയില്ല. എങ്കിൽ ആ ഉമ്മാൻ്റെ സാന്ത്വന വാക്ക്, ആശ്വസിപ്പിക്കൽ, നമ്മളെ ശരീരത്തിൽ തട്ടിയിട്ടുള്ള ആ ആശ്വസിപ്പിക്കൽ അന്ന് തുടങ്ങിയതാണ്. ജീവിതത്തിൽ ഇന്നേ വരെ ഒരുപാട് ആശ്വസിപ്പിക്കലിന് വിധേയമായവരാണ് നമ്മളിൽ പലരും. അതിൻ്റെ പിൻബലത്തിലാണ് പലപ്പോഴും നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് നമുക്ക് സങ്കടം വരാനും വിഷമിക്കാനും നമുക്ക് പ്രയാസമുണ്ടാകാനും വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട. ഒരാൾ പൊതുരംഗത്തിറങ്ങി പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന് കരുതുക. അയാൾ കുറേയൊക്കെ പൊതുരംഗത്തിറങ്ങി പല കാര്യങ്ങളും അയാൾ ചെയ്തു കൊടുത്തു. എന്നാൽ അപ്പുറത്ത് അയാളോട് ഏതെങ്കിലും രൂപത്തിൽ എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരനാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലുള്ള വൈരാഗ്യമോ വിദ്വേഷമോ ഉണ്ടാകാം. അയാളെ ഏതെങ്കിലും രൂപത്തിലൊന്ന് മാനം കെടുത്താൻ ഒരാൾ ഉദ്ദേശിച്ചാൽ എന്തെങ്കിലും ഇന്നില്ലാത്ത എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച്, അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ വരുന്നു, ഇനി ചിലപ്പോൾ അയാൾ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ട്, അപ്പോൾ അയാളൊന്ന് മോശക്കാരനാക്കണം. ഇപ്പോഴത്തെ ട്രെൻഡ് അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് അങ്ങനെ സാധ്യതയുള്ള ഒരാളെ അയാളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞു പോയ എന്തെങ്കിലുമൊക്കെ ചെറിയ, അയാൾക്ക് പോലും ബന്ധമില്ലാത്ത എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പർവ്വതീകരിച്ച് ഇത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിട്ട് അയാളെ മോശക്കാരനാക്കുകയാണ്. അപ്പോൾ ഒരാൾ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് സങ്കടപ്പെടാനും വിഷമിക്കാനും കാരണങ്ങളെമ്പാടുണ്ട്. ഇനി ഒരാൾ വിചാരിക്കുകയാണ് ഞാനൊന്നുമില്ല, അയാൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുക വിചാരിക്കുക. അപ്പോൾ അയാളെ പറ്റി പറയാണ്ട് അയാൾ അയൽവക്കായിട്ട് ബന്ധമില്ല, നാടുകാരായിട്ട് ബന്ധമില്ല, അയാൾക്ക് അയാളെ സ്വന്തം കാര്യം നോക്കി നടക്കുന്നു, അപ്പോഴൊക്കെ കുറ്റായി. നമ്മൾ എങ്ങനെ ജീവിച്ചാലും സഹോദരങ്ങളെ, നമുക്ക് സങ്കടപ്പെടാനും വിഷമിക്കാനും മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകാനും എമ്പാടും കാരണങ്ങൾ നമ്മളെ നാട്ടിലുണ്ട്. കാരണം മനുഷ്യൻ ഇതൊക്കെ നിർണ്ണയിക്കുന്ന ഒരു ഘടകമുണ്ട്. പണ്ട് ഒരു മെഡിക്കൽ കോളേജിൽ ഡോക്ടർ കുട്ടിക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരാവാനുള്ള കുട്ടികളാണ്. അവർക്ക് പ്രൊഫസർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടികളോട് ചോദിച്ചു, ഈ ചെവിയിൽ തിരികിട്ട് രോഗികളെ നെഞ്ചത്ത് വെച്ച് പരിശോധിക്കുന്ന സ്റ്റെതസ്കോപ്പ് ഉണ്ടല്ലോ, ആ സ്റ്റെതസ്കോപ്പിൻ്റെ ഏത് ഭാഗമാണ് രോഗം നിർണ്ണയിക്കുന്നത്, ഏത് ഭാഗമാണ് രോഗം നിർണ്ണയിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ചില കുട്ടികൾ പറഞ്ഞു, അതിൽ നെഞ്ചത്ത് വെക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ സ്റ്റെതസ്കോപ്പിൻ്റെ, അതാണ് രോഗം നിർണ്ണയിക്കുന്നത്. അപ്പോൾ വേറെ ഒരു കുട്ടികൾ പറഞ്ഞു, അതല്ല സാറേ, ചെവിയിൽ വെച്ചിട്ടുള്ള ആ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗമാണ് രോഗം നിർണ്ണയിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ വേറെ ചില കുട്ടികൾ പറഞ്ഞു, അതുമല്ല, ഇതിൻ്റെ നെഞ്ചുഭാഗത്ത് വെക്കുന്ന വസ്തുവിൽ നിന്ന് ഇത് വരുന്ന ആ കൊയലുണ്ടല്ലോ, ആ കൊയലാണ് രോഗം നിർണ്ണയിക്കണതെന്ന്. ഡോക്ടർ പറഞ്ഞു, ഇത് മൂന്നുമല്ല, മൂന്നും തെറ്റാണ്. രോഗം നിർണ്ണയിക്കുന്നത് ഈ സ്റ്റെതസ്കോപ്പ് ചെവിയിൽ വെച്ചതിൻ്റെ ഇതിന് രണ്ടിനും ഇടയിൽ മനുഷ്യൻ്റെ ഡോക്ടറെ തലച്ചോറുണ്ട്.
ആ ഡോക്ടറെ തലച്ചോറാണ് രോഗം എന്താണ് നിർണ്ണയിക്കുന്നത്. ഇത് കുട്ടിയെ കൊടുത്തൊരു പാടാ. ഇന്ന് നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗത്ത് വീണ്ടും ബോംബ് സ്ഫോടനം ഉണ്ടായി. ഈ പൊട്ടുന്ന ബോംബോ അല്ലെങ്കിൽ ഈ ബോംബ് പൊട്ടുമ്പോൾ തെറിക്കുന്ന ചില്ലുകളോ രാസവസ്തുക്കളോ ഒന്നുമല്ല. പിന്നെന്താണ്? അതിൻ്റെ പിന്നിൽ ചില തലച്ചോറുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ തലച്ചോറുകളാണ് പ്രശ്നം. ഈ തലച്ചോറുകൾ ഉള്ള കാലത്തോളം, ഈ തലച്ചോറുകൾ പ്രവർത്തിക്കുന്ന കാലത്തോളം നാട്ടിൽ സമാധാനവും ശാന്തി ഉണ്ടാവില്ല. അങ്ങനെയാണ് ചില തലച്ചോറ്, മനുഷ്യൻ്റെ ചില തലച്ചോറ് അങ്ങനെയാണ്. അത് കുടുംബത്തിലുണ്ടാകും, നാട്ടിലുണ്ടാകും, വീട്ടിലുണ്ടാകും. അത് ഒതുങ്ങി ഒതുങ്ങി വരും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ഈ തലച്ചോറുകളെയൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് നമുക്ക് ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ നമുക്ക് ആശ്വസിക്കാനും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനും ഉള്ളതാണ്. ഒരു ചില പ്രതിസന്ധികളിൽ, ചില വിഷമങ്ങളിൽ ഒരു ആശ്വാസവാക്ക് നമ്മൾ ആരിൽ നിന്നാണോ പ്രതീക്ഷിക്കുന്നത്, അത് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന സങ്കടം എത്രമാത്രമായിരിക്കും. നമ്മൾ ആശ്വസിപ്പിക്കും എന്ന് നമ്മൾ കരുതുന്ന ഒരാളിൽ നിന്ന് ഒരു ആശ്വാസവാക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എത്രമാത്രം വിഷമകരമായിരിക്കും അത്. എന്നാൽ ആശ്വാസവാക്ക് കിട്ടേണ്ടവരിൽ കിട്ടിയാലോ? ഒരു പിതാവ് ഏറ്റവും നല്ല സാന്ത്വനവാക്ക് പറയുന്ന ആളായിരിക്കണം. ഒരു വീട്ടിൻ്റെ കുടുംബനാഥൻ. ആ കുടുംബത്തിലെ ആളുകളെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൻ്റെ മേലെ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, ആകെ ചെറിയൊരു പ്രശ്നത്തെ വലിയൊരു പ്രശ്നമാക്കി മാറ്റുന്ന ഒരു വ്യക്തി ആവരുത്. ആ കുടുംബനാഥൻ ഒരു നല്ല സാന്ത്വനവാക്ക് പറയുന്ന ആളാകണം. ഭാര്യയോട്, മക്കളോട്, കുടുംബത്തോട്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ ഇരുന്നിട്ട് ജിബ്രീലിനെ കണ്ട് പേടിച്ച് വിറച്ച് പനിച്ച് വീട്ടിലേക്ക് ഓടി വന്നപ്പോൾ ഭാര്യ നൽകിയ സാന്ത്വന വാക്കുകൾ എന്നും പ്രസക്തല്ലേ? എത്ര തവണ നമ്മൾ കേട്ടിട്ടുണ്ട്. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹ് ഏൽപ്പിച്ച ഏറ്റവും വലിയ ദൗത്യം, റിസാലത്ത് എന്ന ഉത്തരവാദിത്വം, അത് ഭംഗിയായി നിർവഹിക്കാൻ പ്രവാചകന് കഴിഞ്ഞത് സകല വെല്ലുവിളികളെയും, സകല പ്രതിസന്ധികളെയും, സകല കളിയാക്കലുകളെയും, പരിഹാസങ്ങളെയും, കുത്തുവാക്കുകളെയും, അക്രമങ്ങളെയും റസൂലുള്ളാഹിക്ക് നേരിടാൻ പവർ നൽകിയത്, ശക്തി നൽകിയത് ഭാര്യയുടെ സാന്ത്വന വാക്കുകളായിരുന്നു, ആശ്വസിപ്പിക്കുന്ന വാക്കുകളായിരുന്നു. മാതൃകയല്ലേ നമുക്ക്? ഒരു ചെറുപ്പക്കാരൻ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അദ്ദേഹത്തിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് മാനസികമായ സങ്കീർണതകൾ ഉണ്ടാകും, ടെൻഷൻ ഉണ്ടാകും, സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾ, കടബാധ്യതകൾ, നാട്ടിലെ മറ്റ് പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാകും. ഈ സമയത്ത് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഒരു നല്ല വാക്ക് പറയുന്ന ഭാര്യ, സമാധാനിപ്പിക്കുന്ന പെണ്ണ്, ഈ ഭാരമെല്ലാം ഇറക്കി വെക്കാനുള്ള അത്താണിയായി മാറുന്ന പെണ്ണ്, ആ ചെറുപ്പക്കാരൻ്റെ ഏറ്റവും വലിയ ധൈര്യവും മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് ആ മനുഷ്യനെ എത്തിക്കുന്നതും അതാണ്. പല ആളുകളും, പല ദാഇമാരായ സജീവമായി ദേവാരംഗത്ത് ഇറങ്ങി ത്യാഗം സഹിച്ച് പ്രവർത്തിച്ചിരുന്ന പല ആളുകളും പിന്നീട് ഉൾവലിഞ്ഞു. പലരോടും അന്വേഷിച്ചാൽ അതിൻ്റെ കാരണം എന്തായിരിക്കും എന്നറിയോ? അതിന് ധൈര്യം നൽകേണ്ട, കൂടെ നിൽക്കേണ്ട പലരും കൂടെ നിന്നില്ല. അതിൽ ഒന്നാം സ്ഥാനത്ത് ഭാര്യയായിരിക്കും, കുടുംബമായിരിക്കും, മാതാപിതാക്കളായിരിക്കും, മക്കളായിരിക്കും. പലരും പിന്നീട് അങ്ങോട്ട് ഇറങ്ങി പുറപ്പെടാനുള്ള ധൈര്യമില്ല. ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാൻ ആഗ്രഹിക്കുന്നവരത് കിട്ടാതെ വരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യം, ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ ദൗത്യങ്ങൾ വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തമായ ദൗത്യങ്ങൾ നിർവഹിക്കാൻ കഴിയാതെ വരുന്നു. കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കാനും കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടാനും മാത്രമാണോ പറഞ്ഞത്? ഒരു കുടുംബനാഥൻ, അയാൾക്കുള്ള ബാധ്യതയാണ്. അല്ലാഹ് പറയാണ്, വക്സൂഹും വറുസുഖൂഹും ഫിയ വക്സൂഹും. കുടുംബത്തിന് അന്നം കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം, മാറ്റാൻ വസ്ത്രം, ഉടുക്കാൻ വസ്ത്രം കൊടുക്കണം. ഖുർആനാണ് അല്ലാഹ് പറയാ. ഇത് മാത്രമാണോ? ഇത് നിർത്തിയോ? കുടുംബത്തിന് അന്നം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം എന്ന് പറഞ്ഞ് നിർത്തിയോ? ഇല്ല. അതിൻ്റെ ബാക്കി എന്താ? വഖൂലൂ ലഹും ഖൗലൻ മഅറൂഫ. അവരോട്
നല്ല വശ്യമായ വാക്കുകൾ പറയണം, സമാധാനിപ്പിക്കുന്ന വാക്കുകൾ പറയണം, ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറയണം. ഭക്ഷണവും വസ്ത്രവും കൊടുക്കാൻ കഷ്ടപ്പെടുന്നത് മാത്രമല്ല, സമാധാനിപ്പിക്കുന്ന നല്ല വാക്ക് പറയ്. ഒരു പക്ഷേ ആ വസ്ത്രം വാങ്ങിക്കൊടുത്ത വസ്ത്രം പെട്ടെന്ന് ചിലപ്പോൾ നശിച്ചു പോകും, ചിലപ്പോൾ അത് കേടുവന്നു, കീറിപ്പോയി. ഭക്ഷണം ചിലപ്പോൾ അതിൽ ഉപയോഗിക്കാൻ പറ്റാത്ത വിധം ഭക്ഷണം പാകം ചെയ്തപ്പോൾ എന്തെങ്കിലും പറ്റിപ്പോയി. നല്ല വാക്ക് പറയണം, സാന്ത്വനിപ്പിക്കുന്ന വാക്ക് പറയണം. ബേജാറായി പടച്ചോനെ എങ്ങനെ ഞാനിതെൻ്റെ ഭർത്താവിൻ്റെ മുന്നിൽ കൊണ്ടുപോയി വെക്കും, ഇനി എൻ്റെ ഭർത്താവ് വസ്ത്രം മാറാൻ വേണ്ടി വരുമ്പോൾ ഈ വസ്ത്രം ഞാൻ അലക്കിയപ്പോൾ കല്ലിൽ തട്ടി കീറിപ്പോയി, ഇനി ഈ വസ്ത്രം എങ്ങനെ ഞാനിത് പറയുമെന്ന് ബേജാറായി ടെൻഷൻ അടിച്ച് നിൽക്കുന്ന, എന്തായിരിക്കും പ്രതികരണമെന്നറിയാതെ നിൽക്കുന്ന ഒരു സമയത്ത് സഹോദരങ്ങളെ, ഒരു സമാധാനിപ്പിക്കലിന് ആശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞാൽ സാരല്ല പോട്ടെ എന്ന് പറഞ്ഞാൽ ആ ഭർത്താവിനെ ഈ ഭാര്യ ഒരിക്കലും മറക്കൂല സഹോദരങ്ങളെ. ആ ഭർത്താവിന് ഇവളെ മനസ്സിലുള്ള സ്ഥാനം അത് മറ്റെന്തുകൊണ്ടും നേടിയെടുക്കാൻ പറ്റാത്ത സ്ഥാനമായിരിക്കും. അതാണ് ആശ്വാസത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഒരു വാക്ക് പ്രതീക്ഷിക്കുന്ന സമയത്ത് അത് കൊടുത്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന സംഗതി. ചില ആൾക്കാർ പറയും എനിക്കതിനൊന്നും കഴിയില്ല, സമാധാനിപ്പിക്കുന്ന വാക്കൊന്നും പറഞ്ഞ് പഠിച്ചിട്ടില്ല, സമാധാനിപ്പിക്കുന്ന വാക്കൊന്നും പറഞ്ഞ് ശീലിച്ചിട്ടില്ല, എനിക്കങ്ങനെ ചീത്ത പറയാനും പിന്നെ മുകളിൽ കയറി പറയാനും അടിച്ചമർത്തിയിരുത്താനും ഒക്കെ എനിക്കറിയും, എനിക്ക് സമാധാനത്തിൻ്റെ വാക്കൊന്നും അറിയില്ല. റസൂൽ പറയാണ്, ശരി മുഅ്മിൻ ഈമാൻ ഉണ്ടോ, ഈമാനുണ്ടോ, മുഅ്മിനായിട്ട് മരിക്കണോ, അങ്ങനെ ഒരു പൂതി ഉണ്ടോ എങ്കിൽ പറയുകയാണെങ്കിൽ ഖൈറ് പറയും, ഔല യസ്മുത്ത്, മിണ്ടാതിരുന്നാളാ. ആശ്വാസവാക്ക് പറയാൻ കഴിയില്ലെങ്കിൽ, സമാധാനത്തിൻ്റെ വാക്ക് പറയാൻ അറിയില്ലെങ്കിൽ മിണ്ടാതിരുന്നാൽ മതി, അതും ഖൈറായി മാറും. ഖൗലും മഅറൂഫുൻ വ മഗ്ഫിറ, നല്ല വാക്ക് പറയുക, പുറത്തു കൊടുക്കുക, മാപ്പ് കൊടുക്കുക. ഖൈറും മിൻ സ്വദഖ, സ്വതക്കയേക്കാൾ ഖൈറാണ് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. സ്വതക്കയേക്കാൾ ഖൈറ, ഒരു നല്ല ആശ്വാസത്തിൻ്റെ വാക്ക് പറയാം. ആരോടടക്കുന്ന നിങ്ങൾ ഏറ്റവും കഠിനമായി ക്രൂരതയുടെ വാക്കുകൾ മാത്രം പറഞ്ഞ ഫിറഔന് കയ്യും കാലും എതിർദിശയിൽ വെട്ടിയിട്ട് ക്രൂശിക്കുന്ന പറഞ്ഞത്, അത് ചെയ്യുന്ന ഫിറഔൻ, ആ ഫിറഔനിൻ്റെ മുന്നിൽ പോലും കൂലാലുഹു കൗലൻ ലയ്യിന എന്ന് പറഞ്ഞു. ലയ്യനായ വാക്ക് പറഞ്ഞാൽ മതി. ആ വാക്ക് പറഞ്ഞതിൻ്റെ പേരെ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവരുത്. പലപ്പോഴും നമ്മൾ ആശ്വസിപ്പിക്കാൻ പറഞ്ഞ വാക്കായിരിക്കും വലിയ പ്രശ്നമായി തീരുക. ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊരു വാക്കായിരിക്കും ചിലപ്പോൾ ഒരു കുടുംബത്തിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുക. അപ്പോൾ അത് പറയാനറിയാത്തവർ പറയരുത്. പിന്നെ എന്ത് വേണമെന്നറിയോ, ഇതൊന്ന് പഠിച്ചു വെക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കുക. എങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടത് അള്ളാഹ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു ചെറിയ കാര്യമല്ല, പഠിച്ചു വെക്കണം. നമ്മളെ മുന്നിൽ ഒരു സങ്കടം പറഞ്ഞു വരുന്ന ഒരാളെ, ഒരു പ്രയാസം പറഞ്ഞു വരുന്ന ഒരാളെ നമ്മൾ എങ്ങനെ ആശ്വസിപ്പിക്കേണ്ടത്, അതിനൊരു രീതിയുണ്ട്. അള്ളാഹു പറയണേ, അല ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാഹുവിൻ്റെ മിത്രങ്ങളായി ജീവിക്കുന്ന ആളുകൾക്ക് പേടിക്കണ്ട, ബേജാറാകേണ്ട കാര്യമില്ല. അല്ലദീന ആമനു വക്കാനു യത്തഖൂൻ, കാരണം അവർ മുഅ്മിനീങ്ങളാണ്, മുത്തഖീങ്ങളാണ്. ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തി ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും നാളെ ആഖിറത്തിൽ അവർക്ക് സന്തോഷ വാർത്തയുള്ളത്. ലാ തബ്ദീല ലി കലിമാത്തില്ല, അള്ളാഹുവിൻ്റെ കെലിമത്തുകളിൽ ഒരിക്കലും ഒരു മാറ്റം പറ്റൂല. അല ദാലിക ഹുവൽ ഫൗസുൽ അലീം, അതാണ് വമ്പിച്ച വിജയം. എന്നിട്ട് നബിനോട് പറയാ, കേട്ടോളൂ, വലാ യഹ്സുൻക ഖൗലുഹും, നിന്നെ സങ്കടപ്പെടുത്തുന്ന വാക്ക് ഇവർ പറയുന്നുണ്ട്, നിന്നെ സങ്കടപ്പെടുത്താതിരിക്കട്ടെ ആ വാക്കുകൾ. നീ സമാധാനിക്കുക, ആശ്വസിക്കുക. വലാ യഹ്സുൻക ഖൗലുഹും, അവരെ വാക്ക് നിന്നെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ, നീ സങ്കടപ്പെടേണ്ട റസൂലേ. അതാണ് വലാ തഹ്സുൻ വലാ യഹ്സുൻക ഖൗലുഹും. എന്നിട്ട് പറയാ, ഇന്നൽ ഇസ്സത്തി ലില്ലാഹി ജമീഅ, ഇസ്സത്ത് മുഴുവനും പവർ മുഴുവനും അല്ലാഹ്ക്കാണ്. ഹുവ സമീഉൽ അലീം, അവനെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. നിന്നെ സങ്കടപ്പെടുത്തുന്നവന് ആ സങ്കടപ്പെടുത്തുന്ന കാര്യം അല്ലാഹ് കേൾക്കുന്നുണ്ട്, അല്ലാഹ് അറിയുന്നുണ്ട്, അല്ലാഹു അറിയുന്നുണ്ട്. പവർ മുഴുവനും അല്ലാഹ്ക്കാണ്. ഇത് പറയാൻ പറ്റിയാൽ സങ്കടപ്പെടേണ്ട, വിഷമിക്കണ്ട. റബ്ബിനോട് പറയേ, റബ്ബെല്ലാം കേൾക്കും, റബ്ബെല്ലാം അറിയും. നിൻ്റെ സങ്കടം അറിയും റബ്ബ്. നീ ചെയ്യാത്ത കാര്യത്തിനാണ് ഇന്ന് സങ്കടപ്പെടുന്നത്. നീ നിരപരാധിയാണ്, റബ്ബിനറിയാം. ആ റബ്ബിനാണ് ഇസ്സത്ത് മുഴുവനും, എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും അവനാണ്. നോക്കൂ, നിങ്ങൾ സാന്ത്വനിപ്പിക്കുന്നതിൻ്റെ രീതിയാണ് പറഞ്ഞത്. ഞാൻ ഓതി വെച്ച ആയത്ത് സൂറത്ത് യാസീൻ ആയത്ത, വലാ യഹ്സുൻക ഖൗലുഹും,
ഇന്നാന അലമുമായു സിറൂന വമായു അലിനോൻ. നബിയെ, അവരെ വാക്ക് താങ്കളെ സങ്കടപ്പെടുത്താതിരിക്കട്ടെ, വിഷമിപ്പിക്കാതിരിക്കട്ടെ. അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹ് അറിയും. ഇവർക്കൊക്കെ ചില ഗൂഢതന്ത്രങ്ങളുണ്ട്, ഇവരെ ഉള്ളിൽ ചില കാര്യങ്ങളുണ്ട്. അതിനാണ് ഇപ്പം നിന്നെപ്പറ്റി അപവാദം പ്രചരിപ്പിച്ചത്. നീ വാർഡ് മെമ്പറായിട്ട് വരരുതെന്ന് ഒരു ഉദ്ദേശമുണ്ട്, അതിനാണ് ഇപ്പം എന്നെപ്പറ്റി ഇങ്ങനെ ഇത് പ്രചരിപ്പിച്ചത്. അല്ലെങ്കിൽ നിന്നെ ഒന്ന് തകർക്കണം, നീ ഉയർച്ചയിലേക്ക് എത്തുകയാണ്, നിന്നെ തകർക്കണം എന്ന് അവരുടെ ഒരു ഗൂഢതന്ത്രമുണ്ട്. ഒക്കെ റബ്ബിനറിയും. റബ്ബ് ഇതൊക്കെ തിരിച്ചു കൊടുക്കാൻ കഴിവുള്ളവനാ. റബ്ബ് ഇതൊക്കെ തിരിച്ചു കൊടുക്കാൻ കഴിവുള്ളവനാ. അതുകൊണ്ട് ഒരിക്കലും സങ്കടപ്പെടണ്ട. വലാ യഹ്സുൻക ഖൗലുഹും. റബ്ബിൻ്റെ ആശ്വാസവാക്കുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത്, നമുക്ക് ദീനിൽ മുസീബത്ത് വരരുത്. നമ്മളിങ്ങനെ സങ്കടപ്പെട്ട് ദുഃഖിച്ച് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചോളേ. ആശ്വസിപ്പിക്കാൻ ഒരാളില്ല, നമുക്ക് ആശ്വസിക്കാനും കഴിയുന്നില്ല. ആദ്യം പോകൽ ദീന. ഈ ഒരവസ്ഥ വന്നാൽ ആദ്യം നമ്മളിൽ നിന്ന് പോകൽ നമ്മളെ ദീന. നമുക്ക് ദിക്ർ മര്യാദയ്ക്ക് ചൊല്ലാൻ കഴിയില്ല, നിസ്കരിച്ചാൽ നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടൂല, ഖുർആൻ ഓതാൻ കഴിയില്ല, ഇബാദത്ത് ചെയ്യാൻ കഴിയില്ല. വലാ തജ്അൽ മുസീബത്തനാ ഫീ ദീനിന. റസൂൽ പ്രാർത്ഥിക്കുക, വലാ തജ്അൽ മുസീബത്തനാ ഫീ ദീനിന. പടച്ചോനെ, മുസീബത്ത് ഞങ്ങൾ ദീനിൽ തരല്ല പടച്ചോനെ, ദീന് മുസീബത്താക്കണ ഒന്നും തരല്ല പടച്ചോനെ പ്രാർത്ഥിച്ചു. അപ്പം എന്താ വേണ്ടത്? മനസ്സ് ഇളകി മറിയും, മനസ്സ് ചാഞ്ചല്യപ്പെടും. ഉറപ്പിച്ച് നിർത്താൻ യുസബ്ബിത്തുല്ലാഹുല്ലദീന ആമനു, ഈമാനുള്ളവരെ ഹൃദയം അള്ളാഹു ഉറപ്പിച്ച് നിർത്തും. ബിൽ ഖൗലി സാബിത്തി ഫിൽ ഹയാത്തി ദുനിയ, ഇഹലോക ജീവിതത്തിൽ. ഇത് ഖുർആൻ പറയാണ്, വക്ക അയ്യിൻ മിൻ നബിയ്യിൻ ഖാതല മഅഹു റിബ്ബിയ്യുൻ. എത്രയെത്ര നബിമാരും അവരുടെ കൂടെ അവരുടെ അനുയായികളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഫമാ വഹനു, അവർ തളർന്നിട്ടില്ല. ലിമാ അസാബഹും ഫീ സബീലില്ലാ, അള്ളാഹിൻ്റെ മാർഗത്തിൽ അവർക്ക് നേരിട്ട ഒരു മുസീബത്തിലും അവർ തളർന്നിട്ടില്ല. വമാ ലഅഫു, അവർ ദൗർബല്യം കാണിച്ചിട്ടില്ല. വമസ്തകാനു, അവർ ഒതുങ്ങിക്കൊടുത്തിട്ടില്ല. നമ്മൾ തളർന്നു പോകും, മനസ്സ് വിഷമിച്ചാൽ നമ്മൾ തളർന്നു പോകും. അപ്പോൾ അള്ളാഹ് പറയാണ്, സബാത്തിൻ്റെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലയാണ്. സങ്കടങ്ങളിൽ പ്രയാസങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലയാണ് ആവർത്തിച്ച് പറയാൻ പഠിപ്പിച്ചത്. ആ പ്രാർത്ഥനകളാണുള്ളത്. ആ പ്രാർത്ഥന കൊണ്ട് ഹൃദയത്തിൽ സബാത്ത് കിട്ടും. അപ്പോൾ ഈ വിഷമങ്ങളും സങ്കടങ്ങളും ഹൃദയത്തിൽ ഇങ്ങനെ പേറി നടക്കുമ്പം നഷ്ടപ്പെടുന്ന ഒന്നാമത്തെ കാര്യം എന്താണ്? നമ്മൾ തളർന്നു പോകും, നമ്മൾ ദുർബലരാകും, നമ്മൾ ഒതുങ്ങിപ്പോകും. അള്ളാഹ് പറയാ, അവർ ഒതുങ്ങിയിട്ടില്ല, അവർ തളർന്നിട്ടില്ല, അവർ ദുർബലത കാണിച്ചിട്ടില്ല. പിന്നെന്താ? വമാക്കാന കൗലുഹും ഇല്ല അങ്കാലു, അവർ ഒറ്റ വാക്ക് പറഞ്ഞു. എന്താ? റബ്ബന ഗഫിർ ലനാ ദുനൂബന, പുറത്തുണ്ട് പടച്ചോനെ. വൈസ്രാഫ്നാ ഫീ, ഞങ്ങളെ കാര്യങ്ങളിൽ എന്തെങ്കിലും അമിതമായി വന്നിട്ടുണ്ടെങ്കിൽ പുറത്തുണ്ട് പടച്ചോനെ. ഞാൻ കാരണം ഒരാൾ സങ്കടപ്പെടും, എൻ്റെ കടുക്കൽ എന്തെങ്കിലും അവിവേകം വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും എൻ്റെ കാര്യത്തിൽ ഏറിയിട്ടുണ്ടെങ്കിൽ, അതാണ് ഇസ്രാഫ്നാ ഫീ അംരീന എന്ന് പറഞ്ഞാൽ. എന്തെങ്കിലും എൻ്റെ അടുക്കൽ ഏറിപ്പോയിട്ടുണ്ടെങ്കിൽ പടച്ചോനെ പുറത്തു കൊണ്ട പടച്ചോനെ. വസബ്ബി തക്ദാമന, ഞങ്ങളെ കാൽപാദങ്ങളെ ഉറപ്പിച്ച് നിർത്ത് പടച്ചോനെ. മൻസൂർനാൽ കൗമിൽ കാഫിർ. എന്നിട്ട് അള്ളാഹ് പറയാ, ഈ പ്രാർത്ഥനയ്ക്ക് അള്ളാഹ് കൊടുത്തത് ഫഅതാഹുമുല്ലാഹു സബാബ ദുനിയ വഹുസ്ന സവാബിൽ ആഖിറ. ദുനിയാവിലും കൊടുത്തു പടച്ചോൻ അതിൻ്റെ ഗുണം, നാളെ പരലോകത്ത് അതിനേക്കാൾ മെച്ചപ്പെട്ട ഗുണം കൊടുക്കും. സഹോദരങ്ങളെ, അള്ളാഹു ഇറക്കിയ പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല വാക്കാണ്, ഏറ്റവും നല്ല സംസാരമാണ്, ആശ്വാസത്തിൻ്റെ സമാധാനത്തിൻ്റെ വാക്കാണ്, ഏറ്റവും നല്ല വാക്ക് ഖുർആനാ. അള്ളാഹു നസല അഹ്സനൽ ഹദീസ്, അത് ഷിഫാഉ ലിമാ ഫി സുദൂറാണ്. ഹൃദയത്തെ ബാധിക്കുന്ന എല്ലാ രോഗങ്ങൾക്കുമുള്ള ഷിഫയാണ്, സങ്കടങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും ഒക്കെയുള്ള ഷിഫയാണ്. മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ, ഒരാളെയും സങ്കടപ്പെടുത്താൻ, ഒരാളെയും പ്രയാസപ്പെടുത്താൻ ഖുർആൻ ഇറക്കിയിട്ടില്ല. അപ്പം ഇങ്ങനത്തെ വിഷമം ഉണ്ടാകുമ്പോൾ ഒന്ന് ഇരുന്ന് ഖുർആൻ ഓതിയാൽ മതി. ചെയ്യേണ്ട കാര്യം അതാണ്. നബിനോട് പറഞ്ഞു, ഇന്ന ആയത്തേനാക്കൽ കൗസർ, ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നില്ലേ നബിയെ, അനുഗ്രഹങ്ങൾ ഓർത്താൽ മതി. ഇപ്പോൾ ഒരു സങ്കടം വന്നു, പക്ഷെ അനുഗ്രഹങ്ങൾ ധാരാളം വേറെ ഉണ്ട്. ഫസലി റബ്ബിക്ക വൻഹർ, അതുകൊണ്ട് നിസ്കരിച്ചോളൂ, വലിയ അർത്ഥോളൂ. ഇന്ന ഷാനിയ കൗവൽ അബുത്തർ, നിങ്ങൾ ആരാണോ കുറ്റം പറഞ്ഞത് ആ കുറ്റം പറയുന്നവർ തന്നെയാണ് അതിനർഹര് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തിരിച്ചെത്തും. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത സമാധാനത്തിൻ്റെ ആശ്വാസത്തിൻ്റെ വാക്കല്ലേ. ആരാണോ കുറ്റം പറഞ്ഞത് ആ കുറ്റം അവരിലേക്ക് തിരിച്ചെത്തും. റബ്ബിലേക്ക് മടങ്ങ, റബ്ബിനോട് പറയാ. ഇതറിഞ്ഞിരുന്നുവെങ്കിൽ സഹോദരങ്ങളെ, പലപ്പോഴും പലർക്കും ജീവൻ നഷ്ടാവൂലായിരുന്നു. ഒരു ചെറുപ്പക്കാരി പെണ്ണ് 2 കുട്ടികളെ കൈയും പിടിച്ച് റെയിൽവേ ട്രാക്കിലൂടെ നടന്നുപോയി. ട്രെയിൻ വന്ന്
ഇടിച്ച് തെറിപ്പിച്ച് കൈകാലുകൾ ഒക്കെ അറ്റുമുറിഞ്ഞ് 3 മയ്യത്തിന് വീട്ടിലേക്ക് വരേണ്ടി വന്നത് എന്തുകൊണ്ടാ? ദുർബലരായ ആളുകൾക്ക്, വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന ആളുകൾക്ക് ആരും ആശ്വസിപ്പിക്കാനില്ലെങ്കിൽ എല്ലാവരും ഒറ്റപ്പെടുത്തിയാലും റബ്ബിൽ പ്രതീക്ഷ പോകരുത്. ആര് നമ്മളെ സ്നേഹിക്കുന്നില്ലെങ്കിലും നമ്മളെ ഈ തടി പടച്ച റബ്ബ് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കണം. ആ റബ്ബ് നമ്മളെ കൈവിടൂല. ആ റബ്ബ് നമ്മളെ സ്നേഹിക്കുന്നുണ്ട് ആരൊറ്റപ്പെടുത്തിയാലും. ഖുർആനിൽ കാണാം, ഒറ്റപ്പെടുത്തപ്പെട്ട പ്രായമായ മാതാപിതാക്കളില്ലേ, നിങ്ങൾ പോയി നോക്കൂ, ഓരോ വൃദ്ധസദനങ്ങളിൽ മടങ്ങിക്കൂടിയിരിക്കുന്ന ഒരുപാട് പ്രായം ചെന്ന മനുഷ്യന്മാരുണ്ട്. ഇന്ന് അവിടെ കൊണ്ടയാക്കിയിട്ട് മക്കൾ പോയി, ആരുമില്ല നോക്കാൻ, നോക്കേണ്ടവർ നോക്കണില്ല. എന്തായിരിക്കും ആ മനുഷ്യന്മാരൊക്കെ മനസ്സിൻ്റെ അവസ്ഥ? അവിടെയുള്ള അമ്മാരി വാപ്പാരി അവസ്ഥ, അവരെ സങ്കടത്തിലായിരിക്കും. അപവാദങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ട് പുറത്തിറങ്ങാൻ കഴിയാതെ മാനം കെട്ട് വീട്ടിനകത്തിരിക്കുന്ന സ്ത്രീകളില്ലേ, എത്ര കുട്ടികളുണ്ട്. ഭർത്താവ് ഒഴിവാക്കി, ഉമ്മാനെ വേറെ കല്യാണം കഴിച്ചു കൊണ്ടേ, വാപ്പില്ല ഉമ്മില്ല കുട്ടിക്ക്, അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന മക്കളില്ലേ. അള്ളാഹ് പറയാ ഖുർആനില്, അങ്ങനെയുള്ളവർക്ക് പടച്ചോനുണ്ട്. അതിനാദ്യത അറിയണ്ടേ, പടച്ചോനുണ്ട്. ഒരു പ്രാർത്ഥന, ഖുർആൻ പറഞ്ഞൊരു പ്രാർത്ഥന ഉയർന്നാൽ, റബ്ബന വജ്അൽ ലനാ മിൻ ലദുൻക വലിയൻ വജ്അൽ ലനാ മിൻ ലദുൻക നസീറ. നാഥാ, നിന്റെ അടുക്കൽ നിന്നൊരു സഹായം, നിന്റെ അടുക്കൽ നിന്നൊരു രക്ഷാധികാരിയെ, ഒരു സഹായിയെ എനിക്ക് ഏർപ്പാടാക്കിക്കൊണ്ട് പടച്ചോനെ. റബ്ബന വജ്അൽ ലനാ മിൻ ലദുൻക വലിയൻ വജ്അൽ ലനാ മിൻ ലദുൻക നസീറ. ആരുമില്ല റബ്ബേ, കുടുംബത്തിൽ ആരുമില്ല, അയൽപക്കത്ത് ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയി റബ്ബേ, നിന്റെ അടുക്കൽ നിന്ന് എനിക്കൊരു സഹായിയെ, ഒരു രക്ഷാധികാരിയെ ഏർപ്പാടാക്കിക്കൊണ്ട് റബ്ബേ എന്ന് തൻ്റെ മുസല്ലയിൽ ഇരുന്നൊന്ന് പറഞ്ഞാൽ അത് കബൂൾ ചെയ്യാതെ പോകൂല. അവർക്കുള്ള പ്രാർത്ഥന ഖുർആൻ പറഞ്ഞതാ. ഈ സങ്കടത്തിന് നെടുക്കയത്തിൽപ്പെട്ട് ഒയലുന്ന മനുഷ്യന്മാർക്കല്ല കൊടുത്ത പ്രാർത്ഥന ആശ്വാസത്തിൻ്റെ വാക്കാണ് സഹോദരങ്ങളെ. അതറിഞ്ഞിരുന്നുവെങ്കിൽ സങ്കടപ്പെടുമായിരുന്നില്ല. പലപ്പോഴും നമ്മൾ അന്തം വിട്ട് നിൽക്കുക. പെട്ടെന്നൊരു ദുരന്ത നാട്ടിലുണ്ടായി, ഒരു മരണം നാട്ടിലുണ്ടായി, ഒരു വീട്ടിലൊരു മരണം ഉണ്ടായി, അയൽപക്കത്താണ്, ചെറുപ്പക്കാരനാണ് മരിച്ചത്, മയ്യത്ത് കൊണ്ടുവരികയാണ്, പൊട്ടിക്കരയാണ് മനുഷ്യന്മാർ, നെഞ്ചത്തടിച്ച് കരഞ്ഞ് പൊട്ടിക്കരയാണ്. പടച്ചോനെ, എൻ്റെ അയൽവാസിയാണ്, കുടുംബമാണ്, എങ്ങനെ ആശ്വസിപ്പിക്കും? ഒരു മരണത്തിൽ എങ്ങനെ ആശ്വസിപ്പിക്കേണ്ടത്? ആശ്വസിപ്പിക്കാൻ പ്രവാചകൻ വാക്കു പറഞ്ഞു തന്നു. അത് പറയണം. മയ്യത്ത് കബറടക്കി, മയ്യത്ത് എടുത്തു, മയ്യത്ത് കബറടക്കി, ഒക്കെ ചെയ്തു. 3 ദിവസം വരെ ആ താസിയത്തിൻ്റെ വാക്ക് പറയണം. പ്രവാചകൻ്റെ മകൾ സൈനബ റളിയല്ലാഹു തആല അൻഹയുടെ കുട്ടി മരിച്ചു. വല്ലിപ്പാനെ വിവരം അറിയിച്ചു. അള്ളാഹിൻ്റെ റസൂലിനെ എങ്ങനെ മോളെ സമാധാനിപ്പിക്കും? റസൂലുള്ള പറഞ്ഞു, ആ പറഞ്ഞ വാക്കാണ് നമുക്കെല്ലാവർക്കും ഖിയാമത്ത് നാൾ വരെ പറയാനുള്ളത്. എന്താണ് ആ വാക്ക്? ഇന്ന ലില്ലാഹി മാ അഖദ വലഹു മാ അത വകുല്ലു ശൈഇൻ ഇൻദഹു ബിഅജലി മുസമ്മാ ഫൽതസ്ബിർ വൽതഹ്തസിബ്. ഇന്ന ലില്ലാഹി മാ അഖദ, പടച്ചോൻ തന്നതൊക്കെ പടച്ചോൻ്റെ തന്നെയാണ്, പടച്ചോൻ എടുത്തതൊക്കെ പടച്ചോൻ്റെ തന്നെയാണ്. വലഹു മാ അത, പടച്ചോൻ തന്നതൊക്കെ പടച്ചോൻക്കുള്ളത് തന്നെയാണ്. വകുല്ലു ശൈഇൻ ഇൻദഹു ബിഅജലി മുസമ്മാ, അള്ളാഹിൻ്റെ അടുക്കൽ എനിക്കും ഉങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഒരു അജലുണ്ട്, നമ്മളൊക്കെ മരിച്ചു പോകും. അതുകൊണ്ട് ഫൽ തസ്ബിർ, നന്നായി ക്ഷമിക്ക് കുഞ്ഞെ, നന്നായി ക്ഷമിക്ക്. ഫൽ തഹ്തസിബ്, അതിലൂടെ സ്വർഗമെന്ന പ്രതിഫലം കാക്ഷിക്ക്. വല്ലാത്തൊരു താസിയത്തിൻ്റെ വാക്ക്. നമുക്ക് എത്ര ആൾക്കാർക്ക് ഇതറിയും? മരിച്ചാലും മയ്യത്ത് കബറടക്കിന് വന്നാൽ പായസം, അത് കഴിഞ്ഞാൽ പിറ്റേന്നും പായസം, 3ൻ്റെ അന്ന് കണ്ണൂക്ക്, പിന്നെ 7ൻ്റെ അന്ന് വേറെ, പിന്നെ ആണ്ടോടാണ്ട് തിന്നാനല്ലാതെ ഈ സാധാരണക്കാരായ ആളുകൾക്ക് ഈ താസിയത്ത് ഏത് പണ്ഡിതനാണ് പഠിപ്പിച്ചു കൊടുത്തത്? ഒരു മരിച്ച വീട്ടിൽ വന്നാൽ മയ്യത്ത് കണ്ട് പോകലല്ല വേണ്ടത്. ഒരു മരിച്ച വീട്ടിൽ വന്നാൽ ആ മരിച്ച മയ്യത്തിൻ്റെ വീട്ടുകാരുണ്ട്, സങ്കടപ്പെട്ടിരിക്കുന്നവരുണ്ട്. ചെറുപ്പക്കാരിയായ പെണ്ണുണ്ട്, അവിടെ പ്രസവിച്ച് കിടക്കുന്ന പെണ്ണായിരിക്കും. ഒരു കുടുംബത്തിന് അത്താണിയാണ് പടച്ചോനെ. ഈ കുടുംബത്തെ പോറ്റി ചെറുപ്പക്കാരനാണ് മരിച്ചത്. ഇനി ഈ കുടുംബം എങ്ങനെ ജീവിക്കും? നാളെ അവർ എന്ത് തിന്നും? ആശ്വസിപ്പിക്കുന്ന വാക്ക് പറയേണ്ടവരാ നമ്മൾ. ആ വീട്ടിലേക്ക് കടന്നു ചെന്ന ഓരോരുത്തരും, മരിച്ചൊരു വീട്ടിലേക്ക് കടന്നു ചെന്ന മുഴുവൻ ആളുകളും ആ മരിച്ച മയ്യത്തിൻ്റെ അവകാശികളെ ചേർത്ത് പിടിച്ച് നെഞ്ച് തടവി കൈപിടിച്ചിട്ട് പറയണം, ഇന്ന ലില്ലാഹി മാ അഖദ വലഹു മാ അത വകുല്ലു ശൈഇൻ ഇൻദഹു ബിഅജലി മുസമ്മാ ഫൽതസ്ബിർ വൽതഹ്തസിബ്. എത്ര പേർക്ക് അറിയും ഇത്? ഇത് വഹിയാണ്.
അർശിന്ന് റഹ്മാനായ റബ്ബിറക്കിയ വഹിയാണ്. ഈ വഹി പഠിക്കാൻ നമുക്ക് സമയമില്ല. നമ്മളിൽ നിന്ന് ആശ്വാസവാക്കുകൾ പ്രതീക്ഷിക്കുന്നവർക്ക് ഇത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെ ജീവിതം പരാജയമല്ലേ സഹോദരങ്ങളെ? പണമോ നമ്മളെ സമ്പാദ്യം ഒന്നുമല്ലല്ലോ, ഒരു ആശ്വാസവാക്ക് അതുപോലും കൊടുക്കാൻ നമുക്കറിയില്ലെങ്കിൽ. ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് ഇമാം നവവി അദ്ദേഹത്തിന് അദ്കാറിൽ പറയാണ്, ഈ വാക്കിനോളം താസിയത്തിന് പറ്റിയൊരു നല്ല വാക്ക് വേറെ ഇല്ല എന്ന്. അപ്പോൾ സഹോദരങ്ങളെ, ആശ്വസിപ്പിക്കുക എന്നത് വളരെ പ്രധാനമാണ്. നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ കൂട്ടായ്മയിൽ ഇങ്ങനെ സാമൂഹികമായി നമ്മൾ ജീവിക്കുമ്പോൾ വളരെ അനിവാര്യമായ നിർബന്ധമായ ഒന്നാണ് പരസ്പരം സമാധാനിപ്പിക്കലും ആശ്വസിപ്പിക്കലും. അതിന് നമ്മുടെ ഭാഗധേയം എന്താണോ അത് കൃത്യമായി നിർവഹിക്കാൻ അറിവ് വേണം. അതിന് നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീമ ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. ഒരു സുദീർഘമായ ഹദീസാണ്. അതൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയെപ്പറ്റി പറഞ്ഞത്, ഇത് കേട്ടവരെല്ലാം പഠിക്കൽ നിർബന്ധമാണ് എന്ന്. ഇതിൽ പക്ഷെ വല്ലാത്തൊരു ഉത്തരവാദിത്തമായിരിക്കും നമുക്ക് നൽകണത്. ഈ പ്രാർത്ഥന ഏതാണെന്നറിയോ? നിസ്വലാസിനെ പറയാണ്, മാ അസ്വാബ അഹദുൻ ഖത്ത് ഹമ്മുൻ വലാ ഹുസ്നുൻ. എന്തെങ്കിലും മാനസിക പ്രയാസമോ എന്തെങ്കിലും മനോദുഃഖങ്ങളോ സങ്കടങ്ങളോ നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾ ഇങ്ങനെ പറയണം, അല്ലാഹുമ്മ ഇന്നി അഅ്ബുദുക വബിനി അബ്ദിക വബിനി അമതിക നാസിയത്തി ബിയദിക മാളിം ഫിയ ഹുക്മുക അദ്ലുൻ ഫിയ ഖല്ലാഉക. ആ പ്രാർത്ഥന ഇങ്ങനെ സുദീർഘമായിട്ട് ഇങ്ങനെ ചെറിയൊരു പ്രാർത്ഥനയാണ്. അതിങ്ങനെ വന്നിട്ട് അവസാനം പറയാണ്, റസൂലുള്ളാഹിയോട് ചോദിച്ചു സഹാബികൾ, യാ റസൂലല്ലാഹ് അലാ നതഅല്ലമുഹ. ഇതിപ്പോൾ കുറച്ച് വലിപ്പമുണ്ടല്ലോ, ഇത് വലിയ പ്രാർത്ഥന ഞങ്ങൾ പഠിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ റസൂൽ പറഞ്ഞ വാക്ക് കേട്ടോളൂ, ബലാ, പഠിക്കണം. യംബഗി ലിമൻ സമിഅഹ അൻ യതഅല്ലമഹ. ഇത് കേട്ടവർ മുഴുവനും പഠിക്കൽ നിർബന്ധമാണ് ഈ പ്രാർത്ഥന. ഇങ്ങനൊരു പ്രാർത്ഥന ഉണ്ട്, കേട്ടവരൊക്കെ പഠിക്കണം. ആ പ്രാർത്ഥന ആശയതാണ്, പടച്ചോനെ നിൻ്റെ അടിമയാണ് ഞാൻ, നിൻ്റെ ഇന്ന അടിമയുടെ മകനാണ്, നിൻ്റെ ഇന്ന അടിമയുടെ മകളാണ് ഞാൻ. പടച്ചോനെ നാസിയത്തി ബിയദിക്ക, എൻ്റെ കുടുംബം നിൻ്റെ കയ്യിലാണ് എന്ന് പറഞ്ഞാൽ നീയാണ് ഇതൊക്കെ നിയന്ത്രിക്കണോ. എൻ്റെ കുടുംബം പറഞ്ഞാൽ കുടുംബം എല്ലാവർക്കും അറിയല്ലോ. നാസിയത്തി ബിയദിക്ക, നിൻ്റെ കയ്യിലാണ്, നീയാണ് നിയന്ത്രിക്കുന്നത്. മാലിം ഫിയ ഹുക്കുമക്ക, എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞതൊക്കെ നിൻ്റെ തീരുമാനമാണ്. അതിലും ഫിയ ഖലാഉക, നീ എന്തൊക്കെ നീ വിധിച്ചോ അതിലൊക്കെ നീ നീതിയാണ് ചെയ്തത്. എനിക്കൊരു പരാതിയില്ല. കാരണം എന്താ, ഇതൊക്കെ എനിക്ക് നാളെ ഹൈറായിട്ട് മാറാനുള്ളതാ. അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക, നിനക്കുള്ള മുഴുവൻ ഇസ്മു കൊണ്ടും ഞാൻ ചോദിക്കുന്നു. സമ്മയിത്ത ബിഹി നഫ്സക, നീ നിനക്ക് തന്നെ പേര് വെച്ച നിൻ്റെ ഇസ്മു കൊണ്ട്. ഔ അല്ലംതു അഹദു മിൻ ഖൽഖിക, അല്ലെങ്കിൽ നീ നിൻ്റെ പടപ്പുകളിൽ ചില ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുത്ത ഇസ്മു കൊണ്ട്. ഔ അൻസൽതഹു ഫി കിതാബിക, നിൻ്റെ കിതാബിൽ നീ ഇറക്കിയ നിൻ്റെ നാമങ്ങൾ കൊണ്ട്. ഔ ഇസ്തഅ്സർത ബിഹി ഫി ഇൽമിൽ ഗൈബി ഇൻദക, നിൻ്റെ അടുക്കലുള്ള അദൃശ്യമായ ജ്ഞാനത്തിൽ ഒരാൾക്കും പറഞ്ഞു കൊടുക്കാതെ നീ മറച്ചു വെച്ച ഒളിപ്പിച്ച് വെച്ച കുറേ ഇസ്മുണ്ട്, പറഞ്ഞു കൊടുക്കാത്ത ഇസ്മുണ്ട്. ആ എല്ലാ ഇസ്മും മുഖേന ഞാൻ നിന്നോട് ചോദിക്കുന്നു, അൻത ജഅലൽ ഖുർആന റബിയ ഖൽബി, ഖുർആനിനെ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കണമേ. വനൂറ സദിരി, എൻ്റെ മനസ്സിൻ്റെ പ്രകാശമാക്കണമേ. വജലാഹ ഹുസ്നി, എൻ്റെ ദുഃഖത്തിൻ്റെ പരിഹാരമാക്കണമേ. വദഹാബ ഹമ്മി, എൻ്റെ സങ്കടങ്ങളെ നീക്കിക്കളയുന്നതാക്കണമേ. ഇതാണ് പ്രാർത്ഥന, അത്രയേ ഉള്ളൂ. ഖുർആൻ സങ്കടം വരുമ്പോൾ ഖുർആൻ എടുത്ത് ഓതിയിട്ട് ഇതാണ് പറയുക, പടച്ചോനെ എൻ്റെ ദുഃഖം, എൻ്റെ സങ്കടം, എൻ്റെ വിഷമങ്ങളൊക്കെ ഇതൊക്കെ നീങ്ങാൻ ഈ ഖുർആനിനെ നീ കാരണമാക്കണമേ. ഇങ്ങനെ റസൂൽ പറയാ, ഇല്ലാ അദ്ഹബല്ലാഹു ഹമ്മഹു ഹുസ്നഹു, അള്ളാഹു മാറ്റാതിരിക്കൂല ദുഃഖം സങ്കടം. വ അബ്ദലഹു മകാനൻ ഫറജ, എന്നിട്ട് നിനക്ക് മറ്റൊരു കാര്യം, ഇതിന് രക്ഷപ്പെടാനുള്ളൊരു മാർഗം അള്ളാഹു കാണിച്ചു തരാതിരിക്കുകയും ചെയ്യുകയില്ല. ഇത് പറഞ്ഞപ്പോൾ ആ സ്വഹാബി ചോദിച്ചത്, ഇത് ഞങ്ങൾ പഠിക്കണമോന്ന്. അപ്പോൾ ആ റസൂൽ പറഞ്ഞത്, കേട്ടവരൊക്കെയും പഠിക്കൽ നിർബന്ധമാണ് എന്ന്. എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഒരുപാട് അതുപോലെ ഖുർആൻ്റെ ക്ലാസ് ഇവിടെ നടക്കണ്ടല്ലോ. ഏതെങ്കിലും ഒന്നിൽ വരി, അല്ലെങ്കിൽ വേറെന്നോലോട് ചോദിക്കേ, നിങ്ങൾ എത്ര പ്രാർത്ഥന പഠിച്ചു എന്ന്. പ്രാർത്ഥന പഠിക്കാനൊക്കെ പറ്റുമോ, നമ്മളെ കൊണ്ടൊക്കെ പറ്റുമോ, ഈ വയസ്സുകാലത്ത് പറ്റുമോ എന്നൊക്കെ വയസ്സന്മാരോട് ചോദിച്ചു നോക്കി, ഒരു പറഞ്ഞുതരും എത്ര പ്രാർത്ഥന പഠിച്ചു എന്ന്. അത് പഠിക്കാനുള്ള സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തുക. നമ്മളിങ്ങനെ ജീവിച്ച്, നമ്മളിങ്ങനെ ഭക്ഷണം കഴിച്ച്,
നമ്മളിങ്ങനെ അള്ള തന്ന വസ്ത്രം ധരിച്ച് ഇങ്ങനെ ജീവിച്ചിട്ട് സമയമാകുമ്പോൾ നമ്മളങ്ങോട്ട് പോകും. പല ഉത്തരവാദിത്തങ്ങളും ബാക്കി വെച്ചിട്ടാ പലതും ചെയ്യേണ്ടത് ചെയ്യാതെ പോണത്. കേട്ടിട്ട് പൊട്ടന്മാരെ പോലെ അള്ള പറയാ, പൊട്ടനാവരുത്, ചെവി അടക്കരുത്, കാതുകൾ അടച്ചവരാകരുത്, ഹൃദയം മൂടി വെച്ചവരാകരുത്. എത്ര കേട്ടാലും ഹൃദയത്തേക്ക് ഇറങ്ങാത്ത ആളുകളായി നമ്മൾ മാറിയാൽ ഹതമല്ലാഹു അലാ ഖുലൂബിഹിം. എത്ര തവണയാണ് ഈ മിമ്പറിൽ നിന്ന് 10-20 കൊല്ലത്തിലധികമായി പറയുന്നു, കേൾക്കുന്നു, എന്നിട്ടും ഒരു ഖുർആൻ ക്ലാസ്സിലെങ്കിലും വരാൻ മനസ്സ് വരാത്തവരെ ചിന്തിക്കുക. നമുക്ക് വേണ്ടിയാണ്, സ്വന്തത്തിന് വേണ്ടിയാണ്. ഈ താട കെട്ടുന്നതിന് മുമ്പ്, ശരീരത്തിൽ പഞ്ഞു വെച്ച് കഫൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് മുമ്പ് നമ്മൾ കേൾക്കുക, വന്നിരിക്കുക. ഒരു സദസ്സിലെങ്കിലും, ഒന്നല്ല 4 നമ്മളെ പരിസരത്ത് നടക്കുന്നുണ്ട്. ഏതെങ്കിലും ഒന്നിലെങ്കിലും വരാൻ സമയം കണ്ടെത്തിയില്ല. ഇതിങ്ങനെ കേട്ട് പിന്നെയും ദുനിയാവിൽ തിരക്ക്, സമയമില്ല. നമ്മൾ ചോദിക്കും റബ്ബിനോട്, റൂഹ് തൊണ്ടക്കുലെത്തുമ്പം ഒരു നിമിഷം കൂടി തരുമോ പടച്ചോനേ എന്ന്. എന്തിന്? ഒന്നാമതായി ഖുർആൻ ക്ലാസ് പോകാനായിരിക്കും. പടച്ചോൻ പറയും സമയമില്ല, ഇത്ര ഉണ്ടായിരുന്നു, 10-18 കൊല്ലമായല്ലോ കേൾക്കൽ തുടങ്ങിയിട്ട്, 10-18 കൊല്ലത്തിലേറെയായല്ലോ വിളിക്കൽ തുടങ്ങിയിട്ട്, ക്ഷണിക്കൽ തുടങ്ങിയിട്ട്. ഈ ചെവിയിലൂടെ കേട്ടില്ലേ പലതും, എന്നിട്ട് ചെവി അടച്ചു വെച്ചില്ലേ, ഹൃദയത്തേക്ക് ഇറങ്ങിയിട്ടില്ലല്ലോ, ഇനി തുറക്കാൻ സമയമില്ല എന്നാ. ഇത്രയും വലിയ ഭാഗ്യം കെട്ടവരായി, ദൗർഭാഗ്യവാന്മാരായി മരണപ്പെടേണ്ടവരാണോ സഹോദരങ്ങളെ നമ്മൾ? അങ്ങനെ മരണപ്പെടേണ്ടവരാണോ നമ്മൾ? ചിന്തിക്കുക. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മളെ ഖുർആൻ പഠിതാക്കളായ ഹസൻ കുഞ്ഞു സാഹിബിൻ്റെ, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും ഒക്കെ വീട്ടിൽ കഴിഞ്ഞ ദിവസം മരണം സംഭവിച്ച അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മാതാവ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അള്ളാഹുത്തിൽ അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഒരു സഹോദരൻ്റെ ഭാര്യ പ്രസവവുമായി ബന്ധപ്പെട്ട പ്രയാസത്തിലാണുള്ളത്, ആശുപത്രിയിലാണുള്ളത്. ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അള്ളാഹുത്തല സ്വാലിഹായ സന്താനത്തെ പ്രദാനം ചെയ്യട്ടെ, ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ സ്വാലിഹായ മക്കളാക്കി തീർക്കുമാറാവട്ടെ. അള്ളാഹുത്തല നമ്മുടെ മനസ്സുകൾക്ക് സമാധാനം പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാനുള്ള ഈമാനും തഖ്വയും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഹിയാഹും മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അതിഖ് റിഖാബനാ മിനൻ നാർ, അല്ലാഹുമ്മ ഇശ്ഫി മർദാനാ വ മർദൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ ഇർഹം മൗതാനാ വ മൗതൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ ഇസ്ലിൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ ودمر أعداءك وأعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.